ഇന്നത്തെ വീഡിയോയിൽ കൊട്ടാരക്കരയിൽ നിന്ന് തെന്മലയ്ക്കാണ് പോകുന്നത്. പുനലൂർ ഹാങ്ങിങ് ബ്രിഡ്ജ്, ചാലിയക്കര ഇരുമ്പുപാലം, ചാലിയക്കര അക്യൂഡക്റ്റ്, മാമ്പഴത്തറ വ്യൂ പോയിൻ്റ്, കുറുവന്താവളം, കഴുതുരുട്ടി, പാലരുവി വെള്ളച്ചാട്ടം, തെന്മല ഡാം തുടങ്ങി കൊല്ലം ജില്ലയിലെ പ്രധാന ടൂറിസ്റ്റ് പോയിന്റുകൾ കവർ ചെയ്തുകൊണ്ടുള്ള യാത്രയാണ്. കൊട്ടാരങ്ങളുടെ നാടെന്നും കഥകളിയുടെ ജന്മസ്ഥലമെന്നും അറിയപ്പെടുന്ന കൊട്ടാരക്കരയിലാണ് ഞാൻ. കൊട്ടാരക്കര കൊല്ലം ജില്ലയുടെ ഭാഗമായുള്ള മുനിസിപ്പൽ പട്ടണമാണ്. ജില്ലാ ആസ്ഥാനമായ കൊല്ലത്ത് നിന്ന് 25 കിലോമീറ്ററും തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്ത് നിന്ന് 67 കിലോമീറ്ററും റോഡ് മാർഗം സഞ്ചരിച്ചാൽ കൊട്ടാരക്കരയിൽ എത്താം. ടീം KSRTC ലവേഴ്സ് കൂട്ടായ്മ നടത്തുന്ന ഉല്ലാസയാത്രയ്ക്ക് പോകാനായി എത്തിയതാണ് ഇവിടെ. KSRTC ബസ് സ്റ്റാൻഡിന് മുന്നിലാണ് ഇപ്പോൾ. കൊല്ലൂർ, ബാംഗ്ലൂർ, സുള്ളിയ, മൈസൂർ, കോയമ്പത്തൂർ, പളനി, കന്യാകുമാരി ഉൾപ്പെടെ നിരവധി ഇൻ്റർസ്റ്റേറ്റ് സൂപ്പർ ക്ലാസ് സർവീസുകൾ ഈ ഡിപ്പോയിൽ നിന്നും ഉണ്ട്. ബിജു ഇവിടെയാണോ വീട്? ഗവിക്ക് പോകുന്ന റൂട്ടാണ്. ഗവി അടിപൊളി. ആങ്ങവഴി നമുക്കറിയാമല്ലേ. ആങ്ങവഴി ചെന്നപ്പോൾ ഇതുപോലെ ഒരു ബ്ലോഗർ ഈ വണ്ടി കണ്ടു. അദ്ദേഹം അവിടെ പോയിരുന്നു. ഇവിടെയോ? എന്നിട്ട് എന്നെ പറഞ്ഞു, ആദ്യത്തെ കാഴ്ചകളൊക്കെ ഞാൻ ഒപ്പിയെടുക്കാം, എന്നെ ഇവിടെ നിന്ന് മാറ്റരുത്, ഞാൻ ഇവിടെ നോട്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ, നിങ്ങളുടെ ആഗ്രഹമില്ല. ഞങ്ങളങ്ങനെ കക്കി ചെന്നപ്പോൾ അവിടെ എല്ലാം ഇങ്ങനെ ഭയങ്കര വളവുകളാണ്. ഒരു വളവ് തിരിഞ്ഞപ്പോൾ ഒരു ആന റോഡ് നിറഞ്ഞിരിക്കുക. അപ്പം ആനയ്ക്ക് ബസ് കിടക്കുന്നതുകൊണ്ട് ഇങ്ങോട്ട് വരാനും വയ്യ, അതിക്ക് ഇറങ്ങിപ്പോകാൻ വഴിയുമില്ല. ഞങ്ങൾ വണ്ടി അവിടെ നിർത്തി ആന വെച്ച് നേരെ അനങ്ങാതെ റോഡിൽ നിന്നിട്ടേ അത് താഴത്തെ ഒരു ചെറിയ സ്ഥലത്തേക്ക് അങ്ങ് ഇറങ്ങി. ആൾക്കാരെല്ലാം ഇങ്ങനെ ഭയന്നിരിക്കുക, കാരണം ആന തൊട്ട് മുമ്പിലല്ലേ. അതായത് ഒരു 10 അടി വ്യത്യാസത്തിൽ ആന നിൽക്കുക. എന്നാലും ആന ശല്യമൊന്നും ഉണ്ടാക്കാൻ ഇറങ്ങിപ്പോയി. അത് കഴിഞ്ഞ് ഞാൻ ബ്ലോഗറെ നോക്കിയപ്പോൾ ബ്ലോഗറെ കാണാനില്ല. എല്ലാം ഒപ്പിയെടുക്കുമെന്ന് പറഞ്ഞാൽ ബ്ലോഗറെ കാണാനില്ല. ഞാൻ യാത്രക്കാർ ചോദിച്ചു, നമ്മുടെ ബ്ലോഗർ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു, എന്ത് ചെയ്യും? അപ്പോൾ ഏറ്റവും പുറകിലൊരു സീറ്റുണ്ട്, അവിടെ ഇരിപ്പുണ്ട്. അതുപോലെ ഈ ബ്ലോഗറും അകരാകുമോ? ഇന്നത്തെ യാത്രയ്ക്ക് എല്ലാ ആശംസകളും. താങ്ക് യു. ഇന്ന് നവംബർ 16 സൺഡേ ആണ്. കൊട്ടാരക്കരയിൽ നിന്നും തെന്മല ഇക്കോ ടൂറിസം ലക്ഷ്യമാക്കിയുള്ള യാത്രയിലാണ്. ആനവണ്ടി ആരാധകരുടെ ഒരു റീയൂണിയൻ മീറ്റ് കൂടിയാണ് ഇന്നത്തെ ട്രിപ്പ്. അപ്പോൾ യാത്ര ആരംഭിക്കാം അല്ലേ? യൂട്യൂബർ വല്ലതാണോ? യൂട്യൂബറിന്റെ ഒരു കഥ ഇപ്പം ബിജു സാർ പറയും. ബിജു സാറേ, ഒരു യൂട്യൂബറെ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി അടുത്ത യാത്രയ്ക്ക് പോകാൻ 2 യൂട്യൂബറിന്റെ കഥയായിപ്പോ. സാരഥി ബിജു അണ്ണനാണ് ഡ്രൈവിംഗ് സീറ്റിൽ. കണ്ടക്ടർ കം കോർഡിനേറ്റർ കവിതാ മാഡമാണ്. കൊട്ടാരക്കര റോക്കറ്റ് എന്ന പേരിൽ ആനവണ്ടി പ്രേമികൾ സ്നേഹത്തോടെ വിളിച്ചിരുന്ന പഴയ കൊട്ടാരക്കര കോയമ്പത്തൂർ RPK 990 ബസ്സിലാണ് ഇന്ന് നമ്മുടെ യാത്ര. റീഫർബിഷ് ചെയ്ത ശേഷം കാണാൻ അല്പം ചന്തം കൂടിയ പോലെ. അടിപൊളി. ചെമ്മന്തൂരിലെ വെജ് പാലസിൽ നിന്നും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച ശേഷം യാത്ര തുടരുകയാണ്.
അത്യാവശ്യമായിട്ട് ഫോൺ വിളിക്കാനുള്ളവരൊക്കെ ഇപ്പൊ തന്നെ വിളിച്ചോ. കാന്തല്ലൂർ ആര് കളിക്കുന്നുണ്ട് വിളിക്കാനുള്ളതാണ്. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഉടനെ എത്തുന്നത് പുനലൂർ ടൗണിലേക്കാണ്. ഇടതു സൈഡിൽ 1877 ബ്രിട്ടീഷുകാർ കല്ലടപ്പുഴയ്ക്ക് കുറുകെ പണിത തൂക്കുപാലം കാണാം. KSRTC ബസ് സ്റ്റാൻഡിനോട് ചേർന്നാണ് കല്ലടപ്പുഴയും ഈ പാലവുമൊക്കെ ഉള്ളത്. രാവിലെ 9 മണി മുതൽ 6 മണി വരെയാണ് പാലത്തിലേക്ക് പ്രവേശനമുള്ളത്. മോട്ടോർ വാഹനങ്ങൾ കടന്നു പോകുന്ന രീതിയിൽ സൗത്ത് ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ പാലമാണ് ഈ ഹാങ്ങിങ് ബ്രിഡ്ജ്. 1972 ഇവിടെ പുതിയ കോൺക്രീറ്റ് പാലം നിർമ്മിക്കുന്നത്. പുനലൂരിൽ നിന്നും പത്തനാപുരം റൂട്ടിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. പുനലൂർ ടൗണിൽ നിന്നും പത്തനാപുരം റൂട്ടിൽ 5 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ അലിമുക്ക് ജംഗ്ഷനിൽ എത്താം. അവിടെ നിന്നും അച്ചൻകോവിൽ റൂട്ടിലൂടെയാണ് നമുക്ക് പോകേണ്ടത്. ചെന്താമര വേണം, കുളിച്ചു ചെന്നാകം പോകാൻ അമ്പലം വേണം, ആലായ തറ വേണം, അടുത്തൊരമ്പലം വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം. കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കോയിലാണ്, കൊട്ടു വേണം, പുര വേണം, പുരവ വേണം. റൂട്ടിലൂടെ ഒരു സൂപ്പർ ഫാസ്റ്റ് ബസ് വരുന്നത്. അതുപോലെ തന്നെ പല യാത്രക്കാരും ആദ്യമായിട്ടാണ് ഈ റൂട്ടിൽ വരുന്നതും. അലിമുക്ക് തൊട്ട് ഇടുങ്ങിയ റോഡാണ്. ഇനി പോകെ പോകെ റോഡിൻ്റെ വീതി ഇനിയും കുറയുമോ എന്ന് കണ്ടറിയണം. അലിമുക്കിൽ നിന്ന് 4 കിലോമീറ്റർ ദൂരം പിന്നിട്ട് കറവൂരിൽ എത്തിയിരിക്കുകയാണ്. കറവൂർ ജംഗ്ഷനിൽ നിന്നും വലത്തേക്കാണ് പോകുന്നത്. നേരെ പോയാൽ അച്ചൻകോവിലിൽ എത്താം. വലത്തേക്ക് ചാലിയക്കര, മാമ്പഴത്തറ, കുറവന്താവളം വഴി റബ്ബർ എസ്റ്റേറ്റുകളും കാടും പുഴയും മലയുമൊക്കെ കടന്നുള്ള അടിപൊളി ഒരു യാത്രയാണ് ഞങ്ങൾ നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നത്. ചാലിയക്കര ഇരുമ്പുപാലം കാണാനാണ് ആദ്യം പോകുന്നത്. റബ്ബർ എസ്റ്റേറ്റിൻ്റെ നടുവിലൂടെ ഒഴുകുന്ന മുക്കടയാറിൻ്റെ കുറുകെയുള്ള ഒരു തൂക്കുപാലമാണ് ആകർഷണം. എൻട്രി ഫീയോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ രാവിലെ സമയങ്ങളിൽ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നാട്ടിൻപുറത്തെ ലൊക്കേഷൻ അത്രയേ ഉള്ളൂ. വലിയ ബിൽഡപ്പൊന്നും വേണ്ട. ജോയിച്ചേട്ടാ, നിങ്ങൾ പോകുമ്പോൾ പാലം സൂക്ഷിക്കണേ. താഴോട്ട് പോയാലും കുഴപ്പമൊന്നുമില്ല, വെള്ളത്തിലെ വീഴുക. താഴെ പോയി കയറാം, വലിയ ആഴമൊന്നുമില്ല.
ഒട്ടും സമയം കളയാതെ യാത്ര തുടരുകയാണ്. അടുത്ത സ്പോട്ട് ചാലിയക്കരയിൽ തന്നെയുള്ള അക്യൂഡക്റ്റ് ആണ്. ഇവിടെ നിന്ന് 2 കിലോമീറ്റർ പോലും ദൂരമില്ല. കല്ലട ഡാമിൽ നിന്നും കനാല് വഴി വെള്ളം കൊണ്ടുവന്ന് ജലസേചന ആവശ്യങ്ങൾക്കായി വെള്ളം പല സ്ഥലങ്ങളിലേക്കും ഡൈവേർട്ട് ചെയ്തു വിടുന്ന പ്രോജക്റ്റാണ് ചാലിയക്കര അക്യൂഡക്റ്റ്. എപ്പോഴും ഒരു തണുത്ത കാലാവസ്ഥയാണ് ഈ പാലത്തിന് മുകളിൽ. ഫോട്ടോ എടുക്കാനും സമയം സ്പെൻഡ് ചെയ്യാനുമൊക്കെ പറ്റിയ സ്പോട്ട് കൂടിയാണ്. പുറകിലെ ബസ് കിട്ടുന്നില്ല. സൂക്ഷിച്ചു നോക്കണം, എന്നാലേ കിട്ടുള്ളൂ. ഇവിടെ നിന്നും മാമ്പഴത്തറയ്ക്കാണ് പോകുന്നത്. ഉപ്പുകുഴി കനാൽ പാലം കടക്കാൻ വലിയ വണ്ടികൾ അല്പം പാടുപെടണം. അതുപോലെ മുന്നോട്ടുള്ള യാത്രയും വലിയ വണ്ടികൾക്ക് ചലഞ്ചാണ്. തിക്ക് ഫോറസ്റ്റിൻ്റെ നടുവിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ആനയെ കാണാൻ കഴിഞ്ഞേക്കാം. മിക്കവാറും കൂട്ടത്തോടെ ആനകൾ ഉണ്ടാകാറുള്ള റൂട്ടാണ്. വളഞ്ഞുപുളഞ്ഞ റോഡും അതിൻ്റെ ഇരുവശങ്ങളിലും വനത്തിൻ്റെ വശ്യമായ കാഴ്ചകളും ഉച്ചസമയത്ത് പോലും സൂര്യപ്രകാശം റോഡിലെത്താത്ത കാനനപ്പാതകളും ഒളിഞ്ഞിരിക്കുന്ന റൂട്ടാണ്. കാട്ടാനയുടെ ഭയപ്പെടുത്തുന്ന ചിഹ്നം വിളികളും മരങ്ങൾ ചവിട്ടിമതിക്കുന്നതിൻ്റെ ശബ്ദവുമൊക്കെ മിക്കവാറും കേൾക്കാൻ കഴിയും മാമ്പഴത്തറ കഴുതുരുത്തി റൂട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ. മാമ്പഴത്തറ ഗ്രാമക്കാഴ്ചകളുടെ ഭാഗമായി അല്പനേരം മുക്കടയാറിൽ ഇറങ്ങി സമയം സ്പെൻഡ് ചെയ്തിട്ടേ യാത്ര തുടരൂ. ഇനി മാമ്പഴത്തറ വ്യൂ പോയിന്റ് വഴി കഴുതുരുട്ടിയിലേക്കാണ് പോകുന്നത്. റബ്ബർ എസ്റ്റേറ്റുകളിലൂടെയുള്ള യാത്ര തുടരുകയാണ്. ഏകദേശം 8 കിലോമീറ്റർ കൂടിയുണ്ട്. വലിയ വണ്ടികൾ എളുപ്പത്തിൽ തിരിക്കാൻ പറ്റാത്ത 2-3 ഹെയർപിൻ വളവുകളുണ്ട് ഈ റൂട്ടിൽ.
കാടും പുഴയും മലയും കടന്ന് കഴുതുരുട്ടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. തെന്മലയ്ക്കും ആര്യങ്കാവിനുമിടയിലുള്ള വില്ലേജാണ് കഴുതുരുട്ടി. ഇവിടെ നിന്നും 5 കിലോമീറ്റർ തെന്മലയ്ക്കും ആര്യങ്കാവിലേക്ക് 8 കിലോമീറ്ററുമാണ് ദൂരം. കൊല്ലം ജില്ലയുടെ മൂന്നാർ എന്നറിയപ്പെടുന്ന അമ്പനാട് ഹിൽസിലേക്ക് പോകുന്നതും കഴുതുരുട്ടിയിൽ നിന്നുമാണ്. കൊല്ലം ജില്ലയിൽ തേയിലക്കൃഷിയും ഫാക്ടറിയുമൊക്കെ ഉള്ളത് അമ്പനാട് മാത്രമാണ്. കഴുതുരുട്ടിയിൽ നിന്നും രാവിലെയും വൈകിട്ടും ഓരോ KSRTC ബസ്സുകൾ അമ്പനാട് ഹിൽസിലേക്ക് പോകുന്നുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. കഴുതുരുട്ടിയിൽ നിന്ന് ആര്യങ്കാവ് റൂട്ടിലാണ് യാത്ര. അടുത്ത ലക്ഷ്യം പാലരുവി വെള്ളച്ചാട്ടമാണ്. പാലരുവിയിലേക്ക് 10 കിലോമീറ്റർ കൂടി പോകണം. പാലരുവി ഇക്കോ ടൂറിസം പാർക്കിംഗ് ഗ്രൗണ്ടിലാണ് ഇപ്പോൾ. വെള്ളച്ചാട്ടം കാണാൻ പോകാനുള്ളവർ ഇവിടെ നിന്നും ടിക്കറ്റ് എടുത്ത് വേണം മുന്നോട്ട് പോകാൻ. സ്വന്തം വണ്ടിയിലാണ് വരുന്നതെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബസ്സിൽ വേണം ഇവിടെ നിന്ന് പോകാൻ. KSRTC ബസ്സുകൾക്ക് ഫോറസ്റ്റിനുള്ളിലേക്ക് പ്രവേശനമുണ്ട്. തെന്മല ഫോറസ്റ്റ് റേഞ്ചിനുള്ളിലാണ് ഈ വാട്ടർഫാൾസ്. ഇവിടെ നിന്നും 4 കിലോമീറ്റർ കാട്ടിലൂടെ സഞ്ചരിക്കണം പാലരുവി വ്യൂ പോയിന്റിലേക്ക് എത്താൻ. മറ്റ് ഡിപ്പോയിൽ നിന്നുള്ള ബജറ്റ് ടൂറിസം ബസ്സുകളും പോയിന്റിലുണ്ട്. രാവിലെ 8 മുതൽ 4 വരെയാണ് എൻട്രി ടൈമിങ്. ഒരാൾക്ക് 70 രൂപയാണ് ടിക്കറ്റ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നന്നായി മെയിൻറ്റെയിൻ ചെയ്ത് പരിപാലിക്കുന്ന ഇവിടം പ്ലാസ്റ്റിക് ഫ്രീ സോണാണ്. ആരും പ്ലാസ്റ്റിക് കൊണ്ടുവന്നിട്ട് ഫൈൻ മേടിക്കാതിരുന്നാൽ കൊള്ളാം. ടീ സ്റ്റാളും റെസ്റ്റ് റൂമും ഒക്കെ ഉണ്ട് ഇവിടെ. കൂടുതൽ ഫെസിലിറ്റി ഒന്നുമില്ല. ഭയങ്കര പവറാണ്. വെള്ളച്ചാട്ടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 300 അടിയോളം ഉയരത്തിൽ നിന്ന് പതിക്കുന്ന കാഴ്ച. അത് നമുക്ക് അടുത്ത് ചെന്ന് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ ഗാലറിയും ഫോട്ടോ പോയിൻറ്റുമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. താഴെ നിൽക്കുമ്പോൾ ഇതിൻ്റെ മുകളിൽ കയറാൻ പറ്റുമോ എന്നൊക്കെ തോന്നുമെങ്കിലും താഴെ നിന്ന് സ്റ്റെപ്പുകൾ കയറി മുകളിലെത്തിയാൽ നല്ല എക്സ്പീരിയൻസ് ആണ്. വെള്ളം കൂടുതലായതുകൊണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ടു താഴെ കുളിക്കാൻ ഇപ്പോൾ പെർമിഷനില്ല. എന്നാൽ കുറച്ച് താഴെ കുളിക്കാനുള്ള അനുവാദം കൊടുത്തിട്ടുണ്ട്. വാട്ടർഫാളിൻ്റെ കാഴ്ചകൾ അവസാനിപ്പിച്ച് ആരവങ്ങളും ആർപ്പുവിളികളുമായി മലയിറങ്ങുകയാണ്. എല്ലാവരും ഇവിടെ നോക്കിയേ. ഇനി പോകുന്നത് തെന്മല ഇക്കോ ടൂറിസം സെൻറ്ററിലേക്കാണ്. അവിടെ നിന്ന് തെന്മല ഡാമിലേക്കും. വലിയ ബസ് തിരിച്ചെടുക്കാൻ നന്നായി പാടുപെട്ട്. കട്ട് ചേസ് ബസ്സുകൾക്കുള്ള സ്പേസ് മാത്രമേ ഇവിടെയുള്ളൂ. കട്ട് ചേസ് ബസ്സാണെങ്കിൽ നമുക്ക് ഇവിടെ അടുത്തുള്ള റോസ്മലയിലേക്കുമൊക്കെ പോകാം. ആര്യങ്കാവിനടുത്ത് ഫോറസ്റ്റിന് നടുവിലുള്ള ഹിൽ സ്റ്റേഷൻ വില്ലേജാണ് റോസ്മല. ഇന്നത്തെ യാത്രയിൽ അങ്ങോട്ട് പോകാനുള്ള പ്ലാനില്ല. ബജറ്റ് ടൂറിസം പാക്കേജുകളിൽ റോസ്മല യാത്രയും ആസ്വദിക്കാൻ കഴിയും. അമ്പനാട്, റോസ്മല, അച്ചൻകോവിൽ തുടങ്ങിയ റൂട്ടുകൾ നമ്മുടെ ചാനലിൽ ഉണ്ട്.
ഉടനെ എത്തിയിരിക്കുന്നത് തെന്മലയിലെ ശെന്തുരുണി ഇക്കോ ടൂറിസം ഓഫീസിൻ്റെ മുന്നിലാണ്. ബോട്ടിങ്, ട്രെക്കിങ്, ജംഗിൾ സഫാരി, ജംഗിൾ ക്യാമ്പിങ്, നൈറ്റ് ജീപ്പ് സഫാരി ഉൾപ്പെടെ പല പാക്കേജുകൾ ഇവിടെ നിന്നും ബുക്ക് ചെയ്യാം. ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് അറിയേണ്ടവർക്ക് കേരള ടൂറിസം വെബ്സൈറ്റിൽ നിന്നും ലഭിക്കുന്നതാണ്. ലിങ്ക് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. ഇവിടെ നിന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബസ്സിലാണ് പോകുന്നത്. കളങ്കുന്ന് വ്യൂ പോയിൻറ്റിലേക്കാണ് നമ്മുടെ യാത്ര. ഈ ബസ്സിലാണ് കളങ്കുന്നിലേക്ക് പോകുന്നത്. ഏകദേശം 2 കിലോമീറ്റർ ദൂരം കാണും. റോസ്മല, ജംഗിൾ സഫാരി, ബോട്ടിംഗ് ഒക്കെ പോകുന്നവരെ ഈ ബസ്സിലാണ് കൊണ്ടുപോകുന്നത്. ചെറിയ ഗ്രൂപ്പാണെങ്കിൽ ജീപ്പും അവൈലബിൾ ആണ്. തെന്മല ഡാമിൻ്റെ സ്പിൽവേ ആണ് ഈ കാണുന്നത്. ഇന്നത്തെ ട്രിപ്പിൻ്റെ ലാസ്റ്റ് സ്പോട്ടിലേക്കുള്ള യാത്രയാണ് ഇനി. മറ്റ് സ്വകാര്യ വാഹനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത ഏരിയയിലൂടെയാണ് യാത്ര. ഇന്നത്തെ യാത്രയിൽ ഏറ്റവും കാണാൻ ആവേശത്തോടെ കാത്തിരുന്ന സ്പോട്ടും ഇതാണ്. രസമായെന്ന് പറയാം. റബ്ബർ തോട്ടത്തിൽ ഇവിടെ ചുറ്റി ചുറ്റി ചുരുളി സിനിമ. അടിപൊളിയേ അടിപൊളിയേ അടിപൊളിയേ. അങ്ങനെ പാട്ട് ഇതുവരെ വെള്ളം കയറുന്ന സ്ഥലമാണ് കേട്ടോ. വെള്ളം കുറച്ച് കിടക്കുന്നുണ്ട്. ചങ്ങനെ ഇട്ടേക്കുന്ന സ്ഥലം വരെ വെള്ളം കയറും. അത് ഇപ്പൊ കുഴപ്പമില്ല, നല്ല സ്ഥലമായി. ഇവിടം വരെ വെള്ളം വരുന്നതാണ്, ഈ ചങ്ങല വരെ. അതിനാ ഇരുന്നോ, അത് കുഴപ്പമൊന്നുമില്ല, ആരും ഒന്നും പറയുന്നില്ല. ഇതാണ് നമ്മളെ വന്ന വണ്ടി അല്ലേ? അശ്വിനെ ഇത് കണ്ടിട്ട് എന്നാ തോന്നേ? ഇത് കണ്ടിട്ട് നല്ലതെന്ന് തോന്നുന്നുണ്ടോ? അത്രേ ഉള്ളൂ. എവിടെയാന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? റോസ്മല ഏത് ഭാഗത്തായിട്ട് വരും? ഏറ്റവും ഉയരമുള്ളവർ ചോദിച്ചു നോക്കുമ്പോൾ നമുക്ക് പറയാന്നില്ലേ? അതെയോ? അങ്ങനെ കളങ്ങുന്നു വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ വന്നിരിക്കുന്നത് കറക്റ്റ് ടൈമിലാണ്. വെള്ളം കൂടുതലുള്ളപ്പോൾ വന്നാൽ അതൊരു ബാഡ് എക്സ്പീരിയൻസ് ആയേനെ. ഡാമിൻ്റെ ഉള്ളിൽ ആദ്യമായി ഇറങ്ങാൻ പറ്റുന്നതിൻ്റെ സന്തോഷത്തിലാണ് പലരും. ഡാം പണിയുന്നതിന് മുന്നേ കൊല്ലം തെങ്കാശി റോഡ് ഇന്നത്തെ ഡാമിനുള്ളിലൂടെ ആയിരുന്നു. പഴയകാല ഗ്രാമങ്ങളും ബ്രിട്ടീഷ് നിർമ്മിത കെട്ടിടങ്ങളുമൊക്കെ വെള്ളത്തിനടിയിൽ ഇന്നുമുണ്ടെന്ന്. അതെയോ? രാമേശ്വരത്തെ പോലെ ഇതിനകത്ത് വെള്ളത്തിൽ കൂടെ പോകുമായിരുന്നെങ്കിൽ അല്ലേ പോവാനും. കൂടുതൽ വീഡിയോ ഒക്കെ എടുക്കാതെ ഡാം കാഴ്ചകൾ ശരിക്കും ആസ്വദിക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ. ആരും പറയരുത് നമ്മളൊന്നും കണ്ടില്ലെന്ന് പിന്നെ പറയും. രാവിലെ തൊട്ട് എടുക്കാൻ തുടങ്ങിയതാ അല്ലേ? ആരും കണ്ടില്ലെന്നൊക്കെ പറയും. എന്റെ ഡിസ്പ്ലേ ഓഫ് ആയി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയോ? മറ്റേ കൊടൈക്കനാൽ എടുത്ത സിനിമയില്ലേ, ആ പിള്ളേരെ കയറിയിരിക്കുന്നത് പോലെ ഒരു മരമല്ലേ? ആ അടിപൊളി. നമുക്ക് നല്ലൊരു വേനൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്, ഉണ്ടാവാതിരിക്കട്ടെ. വേനൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നോട് ഡ്യൂട്ടിക്കാരൻ വലിയ പേടിയാണ് കേട്ടോ.
ആനവണ്ടി ആരാധകർ നടത്തിയ ഏറ്റവും നല്ല ഒരു മീറ്റപ്പ് തന്നെയായിരുന്നു ഇത്. ഇതുപോലത്തെ അടിപൊളി മീറ്റുകൾ സംഘടിപ്പിക്കാൻ എബിനും സംഘത്തിനും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇത് പഴയ കൊല്ലം ചെങ്കോട്ട റോഡ് ഇതിലെയായിരുന്നു. അപ്പോൾ ഇത് വന്ന കുന്നിൻ്റെ സൈഡിൽ കൂടെ അപ്പുറം പോകാറുണ്ട്. അതിൻ്റെ അലൈൻമെൻ്റ് ഒക്കെ മാറ്റി അങ്ങോട്ടാക്കി. അപ്പോൾ അതിനുശേഷം ഈ താമസിച്ചിരുന്ന ആൾക്കാരെല്ലാം ഇവിടുന്ന് മാറ്റി പതിപ്പിച്ചപ്പോൾ അവരുടെ വീടും എല്ലാം വെള്ളത്തിനടിയിലായി.